പോലീസിന്റെ കാവല് കേട്ടോടാ, പോലീസിന്റെ കാവല് അഫാൻ എന്ന ഒരു വൃത്തികെട്ടവനെ അറിയാമോ നിനക്ക്? എടാ ആ നാറിക്കോ? ആ നാറിക്ക് ജയിലില് 3 ഉദ്യോഗസ്ഥരാണ് അവനിപ്പം കാവല്. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ ചാവാതിരിക്കാൻ. രാജനന്മ ചെയ്തവനല്ലേ? അവൻ മറ്റേ എന്തൊക്കെയോ അവാർഡ് മേടിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ എന്തോ പുരസ്കാരം മേടിച്ച് വന്നവനാണ് അവൻ. അവന് 3 ഉദ്യോഗസ്ഥര് ജയിലിൽ നിൽക്കുന്നു. അവൻ കക്കൂസി പോകുമ്പം, തിന്നുമ്പം, ഉറങ്ങുമ്പം, ജയിലിൽ കിടക്കുമ്പം എല്ലാ 3 ഉദ്യോഗസ്ഥരും വന്ന് അവനെ വാച്ച് അവനെ നിരീക്ഷിച്ചോണ്ടിരിക്കുവോ. ഇവിടെ കേരള മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത പരിഗണന ഇപ്പൊ അവന് കിട്ടിക്കോട്ടെ. സാധാരണക്കാർക്ക് ജീവന് ഒരു കുഴപ്പമില്ല, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. 5 പേരെ കൊന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന് കനത്ത സുരക്ഷ. കനത്ത സുരക്ഷ എന്ന് വെച്ചാൽ കനത്ത ശിക്ഷ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായിന്റെ മോനെയൊക്കെ നിരത്തിലേക്ക് ഇറക്കി വിട്ട് അടിച്ച് കൊല്ലണം അവനെ. അതെ, തന്നെയാണ് ചെയ്യുന്നത്. അവൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ജനങ്ങൾ അവനെ ചെയ്യണം. ചാവാതിരിക്കാനുള്ള സുരക്ഷ അവൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവന്റെ അടവാണത്. കാരണം സ്വന്തം തള്ള ഇല്ലാതായില്ല എന്ന് ഒരു തോന്നൽ വന്നവൻ, അവര് മരിച്ചിട്ടില്ല എന്ന് തോന്നി കെട്ടിറങ്ങിയപ്പോഴത്തേക്കും ബോധം. അപ്പൊ അവസാനത്തെ അവന്റെ അടവാണിത്, ജീവിച്ചിരിക്കാൻ വേണ്ടി. ഈ ചാവാൻ പോകുന്നവരങ്ങനെ ആദ്യം പറയൂ, ഞാൻ ചാവാൻ പോവാന്ന് പറയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ അവൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നത് കഴിച്ചിട്ടുണ്ട്, എന്താ വന്നേ, എലിവേഷൻ കഴിച്ചിട്ട് വന്നത്. എലിവേഷൻ കഴിച്ചിട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പോയി ഇതെല്ലാം മാറ്റുമല്ലോ. അതെ, അതാ പറയുന്നത്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലഹരിക്കും, അതാ പറയുന്നത്, ലഹരിക്ക് അടിമയായിട്ടുള്ളവൻ അപ്പം ചെയ്യുന്ന എന്തോന്ന് അറിയത്തില്ല. അവൻ ആ മൂപ്പിന് ചോരത്തിളപ്പിനങ്ങ് ചെയ്യും. പക്ഷെ അവൻ വളരെ പ്ലാൻ ചെയ്ത എല്ലാം ചെയ്തേക്കുന്നത്. അതെ, അവനെ പോലെ ഒരു ക്രിമിനൽ ഇത്രയ്ക്ക് വെൽ പ്ലാനഡ് ആയിട്ട് ചെയ്ത ഒരു കൊലയാളി ഇല്ലെന്നാ തോന്നുന്നു. യഥാർത്ഥത്തിൽ A to Z വരെയുള്ള എല്ലാ സുരക്ഷ അവന് കൊടുക്കണം. ഇല്ലേ, സുരക്ഷ അവന് കൊടുക്കണം. അവൻ തിന്നട്ടെ, നല്ല ആഹാരം കൊടുത്ത് ജ്യൂസും കൂടെ കൊടുക്കണം. അവന് ജ്യൂസും കൂടെ കൊടുത്ത് അവനെ നല്ല കണക്ക് തീറ്റി പോറ്റിയിട്ട് അവനെ അങ്ങ് നല്ല നല്ല ആരോഗ്യവാനായിട്ട് സുന്ദരനായിട്ട് അവൻ ഇറങ്ങട്ടെ വെളിയിൽ. സംഭവിക്കാൻ വന്നതാ. ഇവനെ നല്ല രീതിയിൽ തിന്ന് കൊഴിപ്പിച്ചിട്ട് നല്ല നടപ്പിന് ഇറക്കി. ഇവന് ജാമ്യം കിട്ടി, ഇവൻ സുരക്ഷിതമായിട്ട് ഇറങ്ങി നടക്കും. അപ്പൊ നല്ല തിന്ന് കൊഴുത്ത് നല്ല സുന്ദരന്റെ കുട്ടപ്പനായിട്ട് അവ ഇറങ്ങി. നമ്മുടെ ഗോവിന്ദച്ചാമിയെ അത് കണക്ക് തന്നെ. വേറെ ചാമി പോയിട്ടുണ്ടല്ലോ, ചെന്താമരച്ചാമി. ചെന്താമരച്ചാമിയൊക്കെ ഇനി ഇറങ്ങുമ്പോൾ നോക്കണം. ചെന്താമരച്ചാമിക്കൊക്കെ സമയം നോക്കണം. ഈ ഒരു കൂടിപ്പോ ഒരു വർഷം കഴിയുമ്പോൾ ചെമ്മന്താമരച്ചാമിക്കൊക്കെ ജാമ്യം കിട്ടും. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അപാകതകൾ. അതെ, അപാകതകൾ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയമം. അറബി നാട്ടിലെ കണക്കൊക്കെ നിയമങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവനൊക്കെ ഒന്നും ചെയ്യാൻ പഠിക്കത്തില്ല. ഇവനെ യഥാർത്ഥത്തിൽ ഇവനെ മരിക്കാൻ വിടരുത്. ഇവനെ 3 നേരം തീറ്റിക്കട്ടെ, ജീവിച്ചു മരിക്കണം. എന്തിനാ സുരക്ഷ ഇവനൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉറ്റവരെയും ഉടയവരെയും കാമുകിയെയും എല്ലാരെയും ഇല്ലാതാക്കി, സ്വന്തം അനിയനെ വരെ, ആ കുഞ്ഞു ചെറുക്കനെ വരെ ഇല്ലാതാക്കി. അവന്റെ മൈൻഡ് നോക്കിയോടെ ആ തള്ളയെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. തള്ള എന്തോ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നത് തന്നെ, ജീവിച്ചിരിക്കാതിരിക്കുന്നേ നല്ലത്. സ്വന്തം മോൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനിങ്ങനെ വിഷമിച്ച് ജീവിച്ചിരിക്കുന്നു? ആ തന്തയുടെ ഒരു മാനസികാവസ്ഥ. അതാ ഏറ്റവും മാനസികാവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവന് 10,000 രൂപ ദിവസം വേണമായിരുന്നു. 10,000 രൂപ ദിവസം ഇവന് ചെലവനല്ല, പലിശ കൊടുക്കാൻ 10,000 രൂപ ഒരു ദിവസം പലിശ കൊടുക്കാൻ ബാധ്യത ഉണ്ടായിരുന്നു. അവ ഇവനാക്കിയെടുത്തായിരിക്കും ആ ബാധ്യത. അല്ല, ഇവന്റെ വാപ്പ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് അറിയത്തേയില്ല. അയാൾക്ക് ഇത്രയും ബാധ്യത ഉള്ള കാര്യം അറിയത്തേ ഇല്ലായിരുന്നു. ബാധ്യത വീട്ടിന് പോലും, വീട് വെച്ച പോലും കടവില്ല, അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷെ ദാരിദ്ര്യം ഇല്ലാതെ കഴിഞ്ഞ വന്നൊരു കുടുംബം. ദാരിദ്ര്യമൊന്നുമില്ല, അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയ കുടുംബമാണ്. പിന്നെ പുള്ളിക്കാരൻ കുറെ വർഷം കൊണ്ട് ഗൾഫിലായിരുന്നു. പുള്ളിക്കാരന് പിന്നെ അവിടെ ഈ ഗൾഫിൽ പോകുന്നവർക്ക് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വിസയുടെ ഒരു ഇത് തീരുകയും, അവിടെ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. ഈ ഗൾഫിലൊക്കെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് കൂടാതെ വിസ പുതുക്കിയാൽ മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. വിസയുടെ കാലാവധി തീരുന്നതിന് 2 ദിവസം മുന്നേ വരെ നമുക്ക് വരാൻ പറ്റും. ഇപ്പൊ ഇന്ന് 12 മണിക്ക് നമുക്ക് വിസ തീരുവാ. നമ്മുടെ അവിടുത്തെ ഇന്ന് ഉച്ചയ്ക്കോ രാത്രിയിലോ 12 മണിക്ക് തീരുവാ. ഈ 12 മണിക്ക് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റിൽ 12 മണിക്ക് കയറി, 12 മണിക്ക് മുന്നേ കയറണം. 12 പോയി കഴിഞ്ഞാൽ തീർന്നു, ഇവിടെ കയറ്റി വിടത്തില്ല. അവിടുത്തെ വിസ വേണം നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള പ്രോബ്ലം കാരണം അയാൾ 3-4 വർഷം അവിടെ പെട്ടുപോയി. ആ പെട്ടുപോയി. അപ്പൊ വിസ ഇല്ലേ നമുക്ക് ഒളിച്ചൊക്കെ ജോലി ചെയ്യാൻ പറ്റും. അവിടെ നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവരെ സഹായിച്ചു. സംഘടനകളൊക്കെ സഹായിച്ചുകൊണ്ടാണ് അയാൾക്ക് എത്താൻ സാധിച്ചത്. കാര്യം പറയാനുള്ളത്, ഗൾഫിലൊക്കെ പോകുന്നവരെ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മലയാളികളൊക്കെ അത് പറ്റും. ഗൾഫിലുള്ളവരെ മാത്രമല്ല സഹായിക്കുന്നത്, ഈ ഗൾഫിൽ പോയ ആൾക്കാർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവരെ, പാവപ്പെട്ട ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് പോലും സഹായിക്കാത്ത ഒരുപാട് പേര് ഗൾഫിലുള്ളവരാണ്. യഥാർത്ഥത്തിൽ അവര് കിടന്ന് കഷ്ടപ്പെടുന്നത് അവർക്കേ അറിയത്തുള്ളൂ. ചോര നീരാക്കി കിടന്ന് കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർ കഷ്ടപ്പെടുന്നു. എന്നിട്ട് അവര് ഇപ്പൊ 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ അവര് ചെലവ് എത്രമാത്രം പിടിച്ച് കുബൂസ് കഴിച്ച് എത്രമാത്രം പിടിച്ച് ചെലവാക്കി. 25,000 ശമ്പളം കിട്ടുന്നവനാണെങ്കിൽ 23,000 രൂപയായി. ഇവിടെ 25,000 രൂപ കിട്ടുന്നതിന് 5,000 രൂപ സേവ് ചെയ്യാൻ പറ്റത്തില്ല.
കാരണം അവർ അത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അതുപോട്ടെ നമ്മൾ മാറ്ററിൽ നിന്ന് കടന്നു പോകുന്നത്. അപ്പൊ അത്രയും സേവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കുന്ന സമയത്താണ് മകൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രവൃത്തികളും നൂർത്തടിയും കടങ്ങളും വരുത്തി വെത്തി. അതെ, തീർച്ചയായും. ഈ അപ്പാന്റെ കേസ് കെട്ടായാലും ഇപ്പൊ ഇനിയിപ്പോ വരുന്ന പയ്യന്മാർ 8ലും 9ലും 10ലും പഠിക്കുന്ന പയ്യന്മാർ കാണിക്കുന്ന തോന്നിവാസമായാലും ഇത് എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടുകാർ വളർത്തുദോഷം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അത് ഒരു പ്രധാന ഘടകമാണ്. അടിച്ചു തന്നെ വളർത്തണം, അടിച്ചു വളർന്നു പറഞ്ഞാൽ മൃഗീയമായി അടിക്കണമെന്നില്ല, ആവശ്യങ്ങൾക്ക് പേടി വേണം പിള്ളേർക്ക്. പേടി എല്ലാ പിള്ളേർക്കും ആണിനായാലും പെണ്ണിനായാലും ചെറുപ്പത്തിലേ ആ പേടി ഉണ്ടെങ്കിലുണ്ടല്ലോ മുതിർന്നു വരുമ്പോൾ ചിന്തിക്കും ഓരോ കാര്യം. പക്ഷെ അഫാൻ എന്ന വ്യക്തി ഇനിയും ഉണ്ടാവും, അടുത്ത അഫാൻ ഉണ്ടാവും. തീർച്ചയായും അതിന്റെ ഒരു മാതൃകയാണല്ലോ ഇപ്പൊ 4-5 ഉണ്ടായല്ലോ. അതെ അതെ, അതൊരു മാതൃകയായി വരുവാണ്. അഫാൻ ഇനിയും ഉണ്ടാവും, ഒരുപാട് 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 അഫാൻ ഉണ്ടാവും. ഇപ്പൊ തന്നെ ആ വാർത്തയ്ക്ക് ശേഷമായാലും ആ വാർത്തയ്ക്ക് മുന്നേ ആയാലും എത്ര ന്യൂസ് വന്ന് തന്തയെ തല്ലി, തന്തയെ ഇല്ലാതാക്കി, തള്ളയെ തല്ലി, തള്ള ഇല്ലാതാക്കി, അനിതയെ ഇല്ലാതാക്കി, പിന്നെ അതേണക്ക് തന്നെ പിന്നെ സഹോദരിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ. ഇതൊക്കെ അറിഞ്ഞിട്ടും കുറെ പഴയ തലമുറയിലെ കുറെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് സാമൂഹിക സോഷ്യൽ മീഡിയ. അതായത് മൊബൈൽ കാണരുത്, TV കാണാൻ പോയത്, സിനിമ കാണാൻ പോയത്, ഇതൊക്കെ ഇന്നത്തെ സ്ഥിതിക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ ഇപ്പൊ തന്നെ മാർക്കോ സിനിമ കാരണമാണോ, വയലൻസ് കാരണമാണോ ഇങ്ങനെ അക്രമം ഉണ്ടാവുന്നതെന്ന് അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് മറച്ചു വെക്കുന്ന അവർ തടി തപ്പി അവർ ഒഴിഞ്ഞു മാറുവാണ്. അത് പുറമറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് ഗവൺമെന്റിന്റെ കഴിവുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുത്തിപ്പൊക്കുന്ന സാധനം. യഥാർത്ഥത്തിൽ ഈ ലഹരി ഇവിടെ വന്ന് അഴിഞ്ഞാടി, ലഹരി മാഫിയ വന്ന് അഴിഞ്ഞാടുന്നതുകൊണ്ടാണ് ഇത്രയും ആക്രമണവും കാര്യങ്ങളും നടന്നത്. ലഹരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് മുളയിലെ നുള്ളി കളഞ്ഞില്ല. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ ഒരു പിണറായി ഭരണം വന്നതിന് ശേഷമാണ് ഒരു 4-5 വർഷമായി ഈ ലഹരിയുടെ ഭയങ്കരമായിട്ടൊരു വിപത്ത് ഇവിടെ കൂടിയിട്ട് ഒരു 9 വർഷത്തിനുള്ളിൽ. കാരണം അതിനൊരു നിയന്ത്രണം വെച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും വലിയ സമ്മേളനങ്ങളോ അത് ഇതൊക്കെ വിളിച്ചു. സമ്മേളനമൊക്കെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. ഇപ്പൊ സമ്മേളനം നടന്നിരിക്കുക കൊല്ലത്ത് നടന്നു. പക്ഷേ ഇവർക്ക് ലഹരിയെ മുളയിലെ നുള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ അവരുടെ പ്രധാനമായിട്ട് അവർ പറയുന്ന ഡയലോഗ് എന്തുവാ, ലഹരി ഉപയോഗിക്കരുത്, ലഹരി അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇവര് കാരണമാണ്. ഇവര് ഇലയിലേ കളഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ വേറെ കാര്യം പറയാം, ലഹരിക്ക് വേണ്ടി തിരിച്ചടിക്കാൻ അവരെ പൈസ ഒന്നുമില്ല, അത് പാതികെട്ടാൻ വെട്ടിക്കുറച്ചു. അത് വെട്ടിക്കുറച്ചു. നല്ല കാര്യമാണ്. അപ്പൊ നാളെ ഞങ്ങൾ ഇടുന്ന വീഡിയോ കണ്ടോണം. ലഹരി എങ്ങനെ കേരളത്തിൽ വരുമെന്ന് നാളെ ഞങ്ങൾ അതിന്റെ ഒരു തെളിവ്, അതിന്റെ ഒരു വഴി ഞങ്ങൾ നാളെ കാണിച്ചു തരാൻ പോവാം. നാളെ ഉറപ്പായി ലൈവായിട്ട് ഇറങ്ങാൻ പോവാണ്. നാളെ ഞങ്ങൾ ചെന്നിട്ട് ലഹരി കേരളത്തിൽ എത്തുന്നത് എങ്ങനെയാന്ന് ഞങ്ങൾ നാളെ ഒരു വീഡിയോ ഇടും. അതേ സമയത്ത് ഇരുന്ന് ഇപ്പം പറയാൻ പറ്റത്തില്ല. നാളെ ഞങ്ങൾ കാണിച്ചു തരും ലഹരി കേരളത്തിൽ വരുന്നതിന്റെ ഒരു വഴി. പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതിന്റെ ഒരു ഇത് നമ്മൾ കാണിച്ചു കൊടുക്കും. നാളെ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കും എങ്ങനെ ലഹരി കേരളത്തിൽ എത്താൻ 90% സാധ്യതയുള്ള ഒരു വഴി ഞങ്ങൾ കാണിച്ചു. അപ്പം അഫാൻ ഇനി ഉണ്ടാവാതിരിക്കുക. അഫാന് കൊടുക്കുക. അഫാൻ ഇനി ഇറങ്ങിയിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല റീച്ച് ആയിരിക്കും. അതെ, അഫാൻ ഇനി തിന്നാൻ കൊടുക്കുക. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ജ്യൂസ് അത് ഇതൊക്കെ കൊടുക്കുക. തിന്ന് കൊഴുക്കട്ടെ. സത്യം പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു ഷോർട്സ് ഞാൻ കണ്ടപ്പം എനിക്ക് എന്തോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അവന്റെ ഇരിപ്പും അവന്റെ നോട്ടവും കുടുംബത്തിലെ 5 പേരെ തന്നെ ഭിന്നമായി കൊന്ന ഒരു എന്നാണ് ഈ പറയാം. അപ്പം അഫാൻ ഇല്ലേ, അഫാന് കൊടുക്കുക. അഫാന് തിന്നാൻ കൊടുക്കുക. അവൻ തിന്ന് കൊഴുക്കട്ടെ. നാളെ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നാളെ ഞങ്ങളുടെ വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, ഗുഡ് ബൈ.